VM സാദിഖലിയാണ്. ഒരുവിധം മനുഷ്യന്മാരൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്. എന്താണ് മനുഷ്യ മൃഗ സംഘർഷം, എങ്ങനെയാണ് മനുഷ്യ മൃഗ സംഘർഷം ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണത്. അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനുഷ്യ മൃഗ സംഘർഷം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മൃഗങ്ങൾക്ക് കാട്ടിൽ അവർക്ക് ഭക്ഷണം ഇല്ലാത്തതാണ് ഒരു കാരണം വരുന്നത്. മറ്റൊരു കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ വെള്ളമില്ലായ്മയാണ് പ്രശ്നം വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കർഷകരാണ്. പ്രധാനമായിട്ടും ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് വേനൽക്കാലമായിരിക്കും. കാട്ടിൽ പലപ്പോഴും വെള്ളമില്ലാത്ത അവസ്ഥ നമ്മളൊക്കെ കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കാറും മനസ്സിലാവുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കാട്ടിൽ ബ്രഷ് വുഡ് സംവിധാനങ്ങൾ കെട്ടുക എന്ന് പറയുന്നത്. കാട്ടിലുള്ള ചെറിയ കമ്പുകളും ചുള്ളികളും മണ്ണും കല്ലും ഒക്കെ ഉപയോഗിച്ച് ചെറിയ നീരരുവികളൊക്കെ പോകുന്ന സ്ഥലത്ത് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നൊരു പ്രക്രിയയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിലെ നിലമ്പൂർ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2022 മുതലാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തത് 57 ബ്രഷ് വുഡുകളാണ്. പിന്നീട് നമ്മൾ 21 ബ്രഷ് വുഡുകളും ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 78 ബ്രഷ് വുഡുകളാണ്. ഇതിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് എന്നുള്ളതും വെള്ളത്തിൻ്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്താതെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ പുതിയൊരു ബയോഡൈവേഴ്സിറ്റി നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ ക്യാമറ ട്രാപ്പൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അനിമൽസ് ആനയും മലാനും പുള്ളിമാനുകളും പന്നികളും ഒക്കെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൈഗറിൻ്റെ ഒക്കെ പക്മാർക്കൊക്കെ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും കാടിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യമൃഗ സംഘർഷം കുറക്കാനും സാധിക്കും. അനിമൽസിന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അനിമൽസിന് ഭക്ഷണം ഇല്ലാത്തതാണ്. എങ്ങനെയാണ് കാട്ടിൽ അനിമൽസിന് ഭക്ഷണം ഇല്ലാതായത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാട്ടിൽ ധാരാളമായിട്ട് അധിനിവേശ സസ്യങ്ങൾ കടന്നു കയറിയിട്ടുണ്ട്. ഏകദേശം കേരളത്തിൽ 100ഓളം അധിനിവേശ സസ്യങ്ങൾ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ പോകുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വയനാട്ടിലൊക്കെ കാണുന്ന സെന്നയും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ 100ഓളം അധിനിവേശ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഇതും നമ്മൾ നിലമ്പൂർ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ 2022 മുതൽ ചെയ്തു വരുന്നൊരു പ്രക്രിയയാണ്. നിങ്ങൾ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനും പറ്റും. നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വലിയ പാടം പോലെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ധാരാളമായിട്ട് അധിനിവേശ സസ്യങ്ങളുണ്ടായിരുന്നു. ഈ അധിനിവേശ സസ്യങ്ങളൊക്കെ പിഴുതെറിഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റിയതിലൂടെ ധാരാളം മൃഗങ്ങൾ ആനയും പുള്ളിമാനൊക്കെ ഇവിടെ നിന്ന് പുല്ല് മേയുകയും അവർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു പുതിയ ഇക്കോസിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അനിമൽസ് എന്ത് ചെയ്യും? നാട്ടിലേക്ക് ഇറങ്ങുന്ന സിസ്റ്റം ഇല്ലാതെയാകും. സാവധാനമാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ കാടുകളിലും ഇത്തരത്തിലുള്ള ഇൻവേസീവ് പ്ലാന്റ്സ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഒരുപാട് ലാഭം കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെയാവും, കർഷകർക്ക് വരുന്ന ഭീഷണി ഇല്ലാതെയാവുന്ന ഒരു സിസ്റ്റം ഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ച കാണുന്നത്. നമ്മൾ എറിയുന്ന മാലിന്യത്തിൽ നിന്നൊക്കെ അനിമൽസ് ഭക്ഷണമായിട്ട് അവർ കഴിക്കും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് അവർക്ക് തീറ്റ കിട്ടുമെന്നുള്ളത് തോന്നും. അങ്ങനെ നാട്ടിലേക്ക് സാവധാനം നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഡയപ്പറൊക്കെ പോലെയുള്ള സാധനങ്ങൾ കാട്ടിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അതിൽ ഉപ്പുരസം ഉണ്ടായിരിക്കും, മൂത്രത്തിൻ്റെ ഉപ്പുരസം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉപ്പുരസമൊക്കെ കഴിക്കും. അപ്പോൾ നാട്ടിൽ വന്നാൽ ഒരുപാട് ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കാനനപാതയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്ന സിസ്റ്റം ഉണ്ടായിരിക്കും, കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സിസ്റ്റം ഉണ്ടായിരിക്കും. പല ആളുകളും മദ്യപാനികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ കാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ കാനനപാതയിലിരുന്ന് മദ്യപിക്കുകയും ആ മദ്യത്തിൻ്റെ കുപ്പി കാട്ടിലേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം കുപ്പിച്ചില്ലുകളൊക്കെ ആനയുടെയും മറ്റുള്ള ജീവജാലങ്ങളുടെയൊക്കെ കാലിലേക്ക് കൊള്ളുകയും അവർ വേദന കൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന
ആളുകളൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലേക്ക് ഇറങ്ങും, വെള്ളത്തിലേക്ക് ഇറങ്ങും, അവിടെ ആകെ നാശം വിതക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് മാലിന്യം എറിയുന്നതിലൂടെ ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഇതേ സാഹചര്യം ഉണ്ടാകുന്നത് മറ്റൊരു കാരണം, പല ആളുകളും വിചാരിക്കുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ശത്രുക്കളാണ് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഒക്കെ മനുഷ്യർക്ക് ശത്രുത തോന്നുന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് പല ആളുകളും വിചാരിക്കുന്നത്. പല ആളുകളും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കാട്ടിൽ പോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഫോറസ്റ്റ് ഫയർ ക്രിയേറ്റ് ചെയ്യും. കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, കാട് കത്തിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അവിടെയുള്ള ജനങ്ങളോടൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. അങ്ങനെ കാട് കത്തിയാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടിവെള്ളം മുട്ടും എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടാകുന്നത് ഈ കാട്ടിൽ നിന്നാണ്. അവിടെ നിന്നുള്ള നീരുറവകളാണ് നമ്മളൊക്കെ കുടിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ കാട്ടിൽ വെള്ളമില്ലാതാവുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങും. അപ്പോഴും മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ പ്രധാനമായിട്ട് 4 കാരണങ്ങളിലൂടെയാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അതെല്ലാം മനുഷ്യർ മുഖാന്തരമാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കർഷകരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുമാണ് ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കൂടെ കൂടാം. നമ്മളൊരു സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. റീക്യാപ്ചർ എർത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റികളിലും ക്യാമ്പുകളിലും യാത്രകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ.